നമസ്കാരം. പേരെങ്ങനെയാ മാഡം? റജി. എവിടെയാ വീട്? പാരിപ്പള്ളി. കൊല്ലം ജില്ലയിലല്ലേ? എന്തൊക്കെ അസുഖങ്ങളായിട്ടായിരുന്നു വന്നത്? എനിക്ക് കണ്ണ് ചൊറിച്ചില്, ജലദോഷം, തൊണ്ടവേദന, കഫം, എല്ലാം. ചെവി ചൊറിച്ചില്, ശ്വാസം മുട്ട്, ആഴ്ചയിൽ ഇങ്ങനെ വന്നോണ്ടിരുന്ന് കുറെ നാളോട്ട് ഡോക്ടറെ കണ്ട് എന്നിട്ടൊന്നും കുറവില്ല. ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടതിന് ശേഷം തോളുവേദന, അസ്ഥി തേയ്മാനം അല്ലേ? തോളിനൊക്കെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. വെയിറ്റ് ഒത്തിരി കൂടി പോയിരുന്നു. എല്ലാത്തിനും. ഇപ്പം എത്ര പെർസെന്റേജ് കുറഞ്ഞിട്ടുണ്ടാവും? 100-ൽ എത്ര ശതമാനം? എനിക്ക് തോന്നുന്നു, എനിക്ക് പറഞ്ഞ 90% കുറഞ്ഞു. ഇപ്പം വലിയ കുഴപ്പമില്ല. 3 മാസം കൊണ്ട് തന്നെ എനിക്ക് ഓക്കെ. നമ്മൾ ആദ്യം കാണുന്നത് നവംബർ 4-ാം തീയതി ആയിരുന്നു 2024. ഇപ്പൊ ഒരു 3 മാസം ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 90% നല്ല വ്യത്യാസമുണ്ട്. ഇപ്പം എനിക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. നമ്മൾ അന്നൊരു അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നല്ലോ. അതിന്റെ കൃത്യത എത്രത്തോളം ഉണ്ടായിരുന്നു? അത് കറക്റ്റ് ആയിരുന്നോ? അത് കറക്റ്റ് ആയിരുന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയപ്പോൾ തന്നെ ഈ അലർജി പ്രശ്നങ്ങൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നോ? എല്ലാം ഞാൻ ഡോക്ടർ പറഞ്ഞ കണക്ക് എല്ലാം കേട്ട് അത് ചെയ്ത ശേഷം എനിക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. ഒത്തിരി സന്തോഷം. നമ്മളിപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി എടുക്കുവാണല്ലേ? അതിന്റെ തുള്ളിമരുന്നായിട്ട് എടുക്കുന്നുണ്ടല്ലോ. അത് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തത് സ്റ്റാർട്ട് ചെയ്തു. ഇഞ്ചക്ഷനും 2 എടുത്തായിരുന്നല്ലോ അല്ലേ? ആ ഇഞ്ചക്ഷൻ കൊണ്ട് തന്നെ കുറെ മാറ്റം ഉണ്ടായില്ലേ? വെയിറ്റ് കുറഞ്ഞോ അതിന് ശേഷം? കുറഞ്ഞായിരുന്നു. പിന്നെ അല്പം കൂടിയത് ഞാൻ വെളിയിലൊക്കെ പോയി ഫുഡൊക്കെ വാരി വലിച്ച് കഴിച്ചപ്പോഴത്തേക്ക് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാം നമ്മളതിന് ഫൈബർ കണ്ടന്റ് ഉള്ള ഒരു ടാബ്ലറ്റും തന്നിരുന്നു, വെയിറ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന. നമുക്ക് ഈ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത് കഴിക്കുമ്പോൾ, ഭക്ഷണമാണെങ്കിൽ കഴിക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് കുറയാനായിട്ട് അത് സഹായിക്കും. പിന്നെ ഉറക്കമൊക്കെ ശരിയായിട്ട് ഉണ്ടല്ലോ അല്ലേ? നേരത്തെ ഈ കണ്ണിയൂർച്ചിലും തുമ്മലും ഒക്കെ ആയിട്ട് ഉറങ്ങാൻ പറ്റാത്ത. ഇവിടെ വന്ന് 1 മാസം കഴിയുമ്പോൾ അതെല്ലാം ഓക്കെ ആയി. ഒത്തിരി സന്തോഷം. സഹിക്കാൻ വയ്യാത്ത കണ്ണുചൊറിച്ചിലായിരുന്നു. ഫോൺ നമ്പർ ഒന്ന് പറയാമോ? ഹസ്ബൻഡ് ആണെങ്കിലും മതി. നമ്പർ ഒന്ന് പറയാമോ? ഓക്കെ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ അല്ലേ? ഓക്കെ. അപ്പം അലർജി ടെസ്റ്റിനെ പറ്റിയും ഇമ്മ്യൂണോതെറാപ്പിയെ പറ്റിയും അറിയാനായിട്ട് എൻ്റെ നമ്പറും കൊടുക്കുന്നുണ്ട്. 8877116672 എന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്തെന്നാൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങൾ അറിയിക്കാം. ഓക്കെ, താങ്ക് യു. ഇങ്ങനെയൊരു വിവരം ഷെയർ ചെയ്യാൻ കാണിച്ച നല്ല മനസ്സിനും ഒത്തിരി നന്ദി. പൂർണ്ണമായിട്ടും കുറയട്ടെ. 90 അല്ല, ഇനി 100% കുറയട്ടെ. ഒത്തിരി സന്തോഷം. താങ്ക് യു.